നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടേത് സർവനാശത്തിലേക്കുള്ള ഗ്യാരണ്ടി. INL. ലോക്സഭ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ കമ്മീഷൻ സംസ്ഥാനങ്ങളിലെത്തും. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സീസണ് ഇന്ന് തുടക്കം. സഞ്ജു സാംസൺ കേരളത്തെ നയിക്കും. വാർത്തകൾ വിശദമായി. തൃശൂരിൽ മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പ്രഖ്യാപിച്ച മോദി ഗ്യാരണ്ടി ജനാധിപത്യ മതേതര ഇന്ത്യയുടെ സർവനാശത്തിലേക്കുള്ള ഉറപ്പാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ട ബഹുസ്വര ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്നോ മരിച്ചു കഴിഞ്ഞു. എങ്ങും സാമൂഹിക കാലുഷ്യവും സാംസ്കാരിക കടന്നുകയറ്റവും സാമ്പത്തിക അനീതിയുമാണ് കൊടികുത്തി വാഴുന്നത്. ഗുജറാത്ത് മുതൽ മണിപ്പൂർ വരെ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയും പിച്ചി ചീന്തപ്പെടുകയും ചെയ്തിട്ടും സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്യാൻ മോദിക്ക് സാധിക്കുന്നത് അശേഷം ഉളുപ്പില്ലാത്തത് കൊണ്ടാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും സൈന്യത്തിന്റെ സുരക്ഷയും ഇതുപോലെ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ലോക്സഭ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിന്റെ മുന്നോടിയായി തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ കമ്മീഷൻ സംസ്ഥാനങ്ങളിലെത്തും. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമാണ് കമ്മീഷൻ ആദ്യം സന്ദർശിക്കുക. ഞായറാഴ്ച കമ്മീഷൻ ആന്ധ്രയിലേക്ക് പോകുകയും ശേഷം തമിഴ്നാട്ടിലെത്തും. ഇനി കായിക വാർത്ത. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സീസണ് ഇന്ന് തുടക്കം. ആദ്യ കളിയിൽ കേരളം ഉത്തർപ്രദേശിനെ നേരിടും. ആലപ്പുഴ SD കോളേജ് മൈതാനത്താണ് 4 ദിവസത്തെ മത്സരം നടക്കുന്നത്. ആദ്യമായാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാലിക്കുന്ന മൈതാനത്ത് രഞ്ജി മത്സരം നടക്കുന്നത്. സഞ്ജു സാംസൺ കേരളത്തെ നയിക്കും. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.